നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില സത്യങ്ങൾ നമ്മെ വേദനിപ്പിക്കും. ഇപ്പോഴിതാ ഗർഭിണിയായ ഒരു യുവതിയുടെ മുഖത്തടിച്ച് അവളെ നെഞ്ചിലിടിച്ചു വീഴ്ത്തുന്ന ഒരു CI. ഇത്തരക്കാരെ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരെന്നല്ല നരാധമന്മാർ എന്ന് അഭിസംബോധന ചെയ്യണം. ഇവരൊന്നും ഈ ക്രിമിനൽ പോലീസ് സേനയിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു സ്ത്രീയെ ആക്രമിക്കാൻ പോലീസ് മെനഞ്ഞെടുത്ത ഏറ്റവും വൃത്തികെട്ട കഥയാണ് ഇപ്പോൾ CI പ്രതാപചന്ദ്രൻ കേരളത്തോട് പറയുന്നത്. എന്നാൽ അതിലപ്പുറം സമൂഹ മനസാക്ഷി ഉണർന്നിരിക്കുന്നു. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അറിയാൻ അങ്ങയുടെ പോലീസ് ഇടിവീരന്മാരാണ് ഗർഭിണിയായ ഒരു യുവതിയെ ഇടിച്ച് നിലത്തിട്ടത്. അതിലപ്പുറം അവളുടെ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നില്ലേ? യഥാർത്ഥ അതിജീവിത ഇവരെ പോലുള്ളവരാണ്. ഷൈമോളെ ചേർത്ത് പിടിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എങ്കിൽ എന്ത് സ്ത്രീ സുരക്ഷ, എന്ത് മണ്ണാങ്കട്ട! എന്തുകൊണ്ടാണ് ഒരു ആഭ്യന്തരമന്ത്രി ഭൂലോക തോൽവിയാകുന്നത് എന്നതിൻ്റെ ഉദാഹരണം മാത്രമാണിത്. 2 ക്യാമറ കണ്ണുകൾ ആ സ്ത്രീയുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ, നീതി കാണാൻ ഒരു കോടതി ഇവിടെ അവശേഷിച്ചില്ലായിരുന്നുവെങ്കിൽ എപ്പോഴോ ഇരുട്ടിൻ്റെ മറവിലേക്ക് വലിച്ചെറിയപ്പെടുമായിരുന്നു ആ സ്ത്രീയുടെ കരച്ചിൽ. നമ്മുടെ കയ്യിൽ നിന്ന് കരം പിരിച്ചെടുത്ത് അത് ഖജനാവിലേക്ക് തള്ളിയിട്ട് ഇത്തരം ക്രിമിനലുകളുടെ അണ്ണാക്കിൽ തള്ളിയിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട് ഇവിടെ. ആ സിസ്റ്റമാണ് ഇതിനൊക്കെ കാരണം. ആ സിസ്റ്റത്തെ നയിക്കുന്ന ഭരണകൂടം പലപ്പോഴും യഥാർത്ഥ അതിജീവിതകളെ തിരിച്ചറിയുന്നില്ല. ഇത്തരം ഇടിയൻ പോലീസുകാരുടെ വീട്ടിൽ അവരുടെ ഭാര്യമാർ പോലും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയം തോന്നുന്നു. അത്ര നെറികെട്ട കാഴ്ചയാണ് ഇന്നലെ ആ CCTV ദൃശ്യങ്ങളിലൂടെ കേരളം കണ്ടത്. ഒരുപക്ഷെ ദൃശ്യം സിനിമയെ അനുസ്മരിപ്പിക്കും വിധം ഒരു കുടുംബത്തെ പോലീസ് സ്റ്റേഷനിലിട്ട് CI ചാമ്പുന്ന ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ എത്രമാത്രം തളർത്തിട്ടുണ്ടാവും ആ പിഞ്ചു കുഞ്ഞുങ്ങൾ. ഏതൊരു കുടുംബത്തിനും കുടുംബനാഥൻ അവരുടെ നായകനാണ്, നാഥനാണ്. ആ കുടുംബനാഥനെയാണ്, സ്വന്തം പിതാവിനെയാണ് ഒരു പോലീസ് സേമാൻ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് പെരുമാറുന്നത്. അത് കണ്ട് സഹിച്ചു നിൽക്കാൻ സ്നേഹമുള്ള ഒരു ഭാര്യയ്ക്കും കഴിയില്ല. അതുമാത്രമാണ് ഷൈമോൾ ചെയ്തത്. CIയുടെ നേർക്കവർ പാഞ്ഞെടുത്തു എങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ അവരുടെ മുഖത്തടിച്ച് അവരുടെ നെഞ്ചത്തിടിച്ചു വീഴ്ത്തുന്ന ആ പോലീസ് ഏമാൻ്റെ ക്രൂരതയുണ്ടല്ലോ, ഇതിനെ നമ്മൾ ആൺകോയ്മയെന്ന് വിളിക്കാൻ കഴിയില്ല. ഇത് തികഞ്ഞ ക്രിമിനലിസമാണ്. ഭർത്താവിനെ കുറെ പോലീസുകാർ ഓടിവന്ന് പിടിച്ച് വലിച്ചിഴച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ജീപ്പിലിട്ട് കൊണ്ടുപോകുന്നു. ഇത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല ഷൈമോൾ എന്ന ഭാര്യയ്ക്ക്. അവർ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഭർത്താവിനെ ഒരു സംഘം ഇടിയൻ പോലീസുകാർ എടുത്തിട്ട് ചാമ്പുന്നതാണ്. കണ്ടു നിൽക്കാൻ ഷൈമോൾക്ക് കഴിഞ്ഞില്ല. അവർ പാഞ്ഞെടുത്തു. ഷൈമോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവരുടെ കൈകളിൽ 2 കുഞ്ഞുങ്ങൾ. ഗർഭിണിയായ ഷൈമോൾ കുഞ്ഞുങ്ങളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. കുഞ്ഞുങ്ങളെ അരികിലുള്ള സ്ത്രീയുടെ കയ്യിലേൽപ്പിച്ചാണ് ഏമാൻ്റെ നേർക്കവർ അടുത്തത്. എന്തിനാണ് തൻ്റെ ഭർത്താവിനെ തല്ലുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഷൈമോൾ CIയുടെ അടുക്കലേക്ക് അടുത്തപ്പോൾ അയാൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു പാവം നിരാലംബയായ സ്ത്രീയുടെ മുഖത്തടിച്ച് അയാൾ ആനന്ദ നിർവൃതി കൊള്ളുന്നു. എന്നെ അയാൾ ഉന്തുകയും കരണത്തടിക്കുകയും ചെയ്തുവെന്ന ഷൈമോൾ അന്നു മുതൽ നമ്മുടെ നീതി വ്യവസ്ഥിതിയോട് കരഞ്ഞു പറയുന്നു. എന്നാൽ ആ ക്യാമറ കണ്ണുകൾ ഈ ദൃശ്യങ്ങൾ ഒപ്പിയില്ലായിരുന്നു എങ്കിൽ എന്നെ അസ്തമിച്ചില്ലാതാകുമായിരുന്നു അവരുടെ കരച്ചിൽ. ഗർഭിണിയായിരുന്നു ആ സമയത്ത് ഷൈമോൾ. അന്ന് SHO ആയിരുന്ന KG പ്രതാപചന്ദ്രനാണ് ഷൈമോളെ നെഞ്ചിൽ പിടിച്ച് തള്ളുകയും കരണത്തടിക്കുകയും ചെയ്തത്. ഇന്ന് ദൃശ്യങ്ങൾ നമുക്കെല്ലാം പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ഒരു CIക്കും ഒരു പോലീസ് സംവിധാനത്തിനും ഒരു ആഭ്യന്തരമന്ത്രിക്കും ഇനി ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. നോർത്ത് പോലീസ് സ്റ്റേഷന് സമീപം റെയിൽവേ സ്റ്റേഷന് എതിർവശത്ത് ബെൻ ടൂറിസ്റ്റ് ഹോം. ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന യാത്രക്കാരൊക്കെ ആ ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബെൻ ടൂറിസ്റ്റ് ഹോം നടത്തുന്നത് ഒരു ഭാര്യയും ഭർത്താവും ചേർന്ന്, ബെൻജോ ബേബിയും ഭാര്യ ഷൈമോളും. 2024 ജൂൺ 19 നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മെ വേദനിപ്പിക്കുന്നത്. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം ദൂരമാണ് ബെൻജോ ഷൈമോൾ ദമ്പതികളുടെ ബെൻ ടൂറിസ്റ്റ് ഹോമിലേക്ക്. ഇവിടെയാണ് കുടുംബം താമസിക്കുന്നതും. പോലീസ് സ്റ്റേഷന് മൂക്കിന് താഴെ നിന്നുകൊണ്ടൊരു കുടുംബം പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ കഴിഞ്ഞ 1 വർഷമായി പൊരുതി നേടിയ വിജയമാണ് ഇപ്പോൾ ഷൈമോൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതും ഹൈക്കോടതിയിലൂടെ. സ്റ്റേഷനിൽ നിന്ന് മർദ്ദനമേറ്റതിന് ശേഷം ആശുപത്രിയിൽ അഡ്മിറ്റായി ഷൈമോൾ. എന്നാൽ മറ്റൊരു കള്ളക്കഥയുമായി പോലീസ് രംഗത്തെത്തി.
ഇല്ലാ കേസിൽ വീണ്ടും ഷൈമോളെ കുടുക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. CIയെ ആക്രമിച്ചു, മാന്തിപ്പറിച്ചു, സ്റ്റേഷനിലെ ഫർണിച്ചറുകൾക്ക് കേടുപാടുകൾ വരുത്തി എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് ഷൈമോൾക്കെതിരെ പിന്നീട് പോലീസ് ചുമത്തിയത്. ഇതോടെ ഏതുവിധേനയും നീതി ഉറപ്പിക്കുമെന്ന് നിശ്ചയിച്ച ഷൈമോൾ തന്റെ നിയമ പോരാട്ടം തുടങ്ങി. ഹൈക്കോടതിയെ സമീപിച്ചു. CIയെ പ്രതിയാക്കി ACJM കോടതിയിൽ സ്വകാര്യ അന്യായവും ഫയൽ ചെയ്തു. 2024 ജൂൺ 19 തങ്ങളുടെ ജീവിതം മാറിമറഞ്ഞ ആ വൈകുന്നേരം, ഒടുവിൽ ജൂൺ 19 മുതൽ 20 വരെയുള്ള സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശം നൽകി. CCTV ദൃശ്യങ്ങൾ പരാതിക്കാർക്ക് ലഭിച്ചതോടെ അത് പുറംലോകം കണ്ടു. സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെ: സ്റ്റേഷൻ മർദ്ദനം നടക്കുന്നതിന് 2 ദിവസം മുൻപ് സമീപത്തെ ഹോട്ടലിലെ 2 ജീവനക്കാരെ പോലീസ് അടിക്കുന്നതിന്റെ ദൃശ്യം ബെൻ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു. ബെൻജോ ദൃശ്യം പകർത്തുന്നത് കണ്ട പോലീസിന് കലിമൂത്തു. തുടർന്നാണ് പോലീസ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പേരിൽ ബെൻജോയ്ക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഹോട്ടൽ ജീവനക്കാരായ 2 യുവാക്കളെ 1ഉം 2ഉം പ്രതികളാക്കി. ബെൻജോ 3ആം പ്രതി. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പോലീസ് ബെൻജോയുടെ അടുക്കലെത്തുന്നു. ഇക്കഴിഞ്ഞ ദിവസം താൻ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ കാണണമെന്ന് പോലീസ് പറയുന്നു. എന്നാൽ ദൃശ്യങ്ങൾ കൈമാറാൻ ബെൻജോ വിസമ്മതിച്ചു. തുടർന്ന് ബെൻജോയെ ബലമായി പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്നാണ് ആ കുടുംബത്തിന്റെ ദുരന്തകഥ തുടങ്ങുന്നത്. എല്ലാ സത്യവും ആ CCTV ദൃശ്യങ്ങളിലുണ്ട്. എന്നിട്ടും CI പ്രതാപചന്ദ്രൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് മറ്റൊരു കഥ. മോഷണക്കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിനാണ് ബെൻജോയെ തങ്ങൾ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഭാര്യ ഷൈമോൾ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറി തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പ്രതാപചന്ദ്രൻ പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ അവരെ തടയാൻ നിയോഗിക്കപ്പെട്ട വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാവട്ടെ യൂട്രസ് റിമൂവൽ കഴിഞ്ഞ് വിശ്രമിക്കുന്ന അവസ്ഥയിലും തന്റെ നേർക്ക് ആക്രമണം നടത്തിയതോടെയാണ് താൻ പ്രകോപിതനായത് എന്ന് പ്രതാപചന്ദ്രൻ. സ്റ്റേഷനിലേക്ക് പാഞ്ഞെടുത്ത ഷൈമോൾ പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റി കുഞ്ഞുങ്ങളെ വലിച്ച് നിലത്തെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. ഇതോടെയാണ് താൻ പ്രകോപിതനായത് എന്ന് CI വിശദീകരിക്കുന്നു. വനിതാ പോലീസിനെ ഉപയോഗിച്ച കുഞ്ഞുങ്ങളെ തങ്ങൾ രക്ഷിക്കുകയായിരുന്നുവെന്നാണ് പ്രതാപചന്ദ്രന്റെ വിശദീകരണം. കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് വിലപേശാനാണത്രേ യുവതി ശ്രമിച്ചത്. കേരളം ഈ ദൃശ്യങ്ങൾ മറക്കില്ല. എത്രയെത്ര കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലിട്ട് വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് നമ്മുടെ കണ്ണുമടങ്ങിയ കാഴ്ച. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത് 2025 സെപ്റ്റംബറിൽ. 2.5 വർഷം നിയമവഴിയിലൂടെ പോരാടി നേടിയതായിരുന്നു ആ CCTV ദൃശ്യങ്ങൾ. എല്ലാറ്റിനും ഒടുവിലിതാ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഷൈമോൾ എന്ന ഗർഭിണിയായ മറ്റൊരു യുവതി. 2ഇടത്തും ഇരകൾക്ക് രക്ഷയ്ക്കെത്തിയത് സുപ്രീം കോടതിയുടെ ഇടപെടലിൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറകൾ. പൊതുസ്ഥലത്ത് 3 യുവാക്കളെ പോലീസ് പട്രോളിംഗ് സംഘം മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ മർദ്ദിക്കാനുള്ള കാരണം. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ബെൻജോയ്ക്കും സംഭവിച്ചിരിക്കുന്നത്. എറണാകുളത്ത് അന്യായമായി പോലീസ് പിടികൂടിയ ഭർത്താവിനെ തിരക്കി സ്റ്റേഷനിലെത്തിയ ഗർഭിണിയായ യുവതിയെ അതിക്രൂരമായി ആ CI മർദ്ദിക്കുന്നു. വിവരാവകാശ നിയമ പോരാട്ടത്തിലൂടെ സുജിത്ത് ദൃശ്യങ്ങൾ വീണ്ടെടുത്തു. സമാന വഴിയിലൂടെ ഷൈമോളും സഞ്ചരിച്ചു. ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് സുജിത്ത് നൽകിയ വിവരാവകാശ അപേക്ഷ പോലീസ് ആദ്യം തള്ളി. സമാനമായ സാഹചര്യത്തിലേക്ക് ഷൈമോളും. എന്നാൽ 2ഇടങ്ങളിലും ഹൈക്കോടതി അവരുടെ രക്ഷയ്ക്കെത്തി. മക്കളെ വലിച്ചെറിയാൻ നോക്കിയെന്നത് പച്ചക്കള്ളമാണ്. പോലീസിന്റെ ആരോപണങ്ങൾ കള്ളമെന്നതിന് തന്റെ പക്കൽ തെളിവുണ്ട് എന്ന് ഷൈമോൾ പറയുന്നു. ആ തെളിവുകൾ താൻ കോടതിയിൽ ഹാജരാക്കും. CI പ്രതാപചന്ദ്രൻ മാത്രമല്ല, ഒരു വനിതാ പോലീസുകാരിയും തന്നെ ഉപദ്രവിച്ചുവെന്നാണ് ഷൈമോൾ വിശദീകരിക്കുന്നത്. അനുഭവിച്ചത് കൊടിയ പോലീസ് ക്രൂരതയെന്ന് ഷൈമോളുടെ ഭർത്താവ് ബെൻജോ ബേബി. സ്റ്റേഷനിലെത്തിച്ച തന്നെ അതിക്രൂരമായി അവർ മർദ്ദിച്ചു. ഭാര്യയെ അടിക്കുന്നത് കണ്ട് കരഞ്ഞപ്പോൾ വീണ്ടും തന്നെ മർദ്ദിച്ചുവെന്നാണ് ബെൻജോ പറയുന്നത്. ഭാര്യ ഗർഭിണിയാണ് എന്ന് SHOയോട് നേരത്തെ തന്നെ താൻ പറഞ്ഞിരുന്നു. CCTV ദൃശ്യങ്ങൾ ദൈവത്തിന്റെ കയ്യൊപ്പാണ് എന്ന് പറഞ്ഞ് കരയുകയാണ് ബെൻജോ. പോലീസ് സ്റ്റേഷനിൽ ദമ്പതികളെ മർദ്ദിച്ച CI പ്രതാപചന്ദ്രനെതിരെ ശക്തമായ കേസെടുക്കണമെന്ന ആവശ്യം ഇപ്പോൾ സമൂഹത്തിലേറി വരുന്നു. ഇത് സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയും VD സതീശനുമൊക്കെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. പ്രതാപചന്ദ്രനെതിരെ മുൻപ് മുഖ്യമന്ത്രി അടക്കം പലരുടെയും മുൻപിൽ പരാതികൾ എത്തിയിരുന്നു. എങ്കിലും ഇത്തരം ക്രിമിനൽ പോലീസുകാർ പോലീസ് സേനയിൽ വിലസുന്നുവെങ്കിൽ അതിന് ഭരണകർത്താക്കളുടെ ഒത്താശയുണ്ട് എന്ന് വ്യക്തം. ഷൈമോളും ഭർത്താവും ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതിന് പിന്നാലെ കള്ളക്കേസുകളും ഇല്ലാത്ത വകുപ്പുകളും ചുമത്തി കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പിന്നീട് പോലീസ് ശ്രമിച്ചത്. പോലീസ് കസ്റ്റഡിയിലുള്ള ഭർത്താവിനെ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കാൻ ശ്രമിച്ചു, സ്റ്റേഷൻ ആക്രമിച്ചു, SHOയെ ആക്രമിച്ചു തുടങ്ങിയ
അതിമാരക വകുപ്പുകൾ ഷൈബോൾക്കെതിരെ ചേർത്തു. ഇത്തരം ആളുകളെ സർവീസിൽ നിന്ന് പറഞ്ഞുവിടണമെന്ന ആവശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറി വരുന്നു. മറുവശത്ത് ഷൈബോൾ ആക്രമിക്കപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. ഒരു സ്ത്രീയുടെ നെഞ്ചത്ത് പിടിച്ചു തള്ളുന്ന കേരള പോലീസ് എന്ത് സന്ദേശമാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് നൽകുന്നത്? എന്ത് സ്ത്രീ സുരക്ഷയാണ് ഈ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്? സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിലേറിയ പിണറായി വിജയനും LDFും ഒക്കെ ജനങ്ങൾക്ക് മുൻപിൽ തല കുനിച്ചു നിൽക്കുന്ന കാഴ്ച. അതിലപ്പുറം ഒരു ഭരണാധികാരിയുടെ മുഖവും ഭാവവും തന്നെയാണ് ഇത്തരം ക്രിമിനൽ പോലീസുകാർ പേറുന്നത് എന്ന് ഭരണത്തിൻ്റെ അടയാളമുദ്ര പേറുന്നവർ ഓർക്കുക. ഈ സഹോദരിക്കൊപ്പം കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഇവരാണ് യഥാർത്ഥ അതിജീവിത. അവർക്കൊപ്പം നിങ്ങൾ ഒരു പോരാട്ടത്തിൽ പങ്കെടുക്കണം. ഇതൊന്നും കാണാനുള്ള കണ്ണ് മുഖ്യമന്ത്രിക്കുണ്ടാവില്ല, പാർട്ടി സെക്രട്ടറിക്കുണ്ടാവില്ല. അവരൊക്കെ മറ്റേതോ അതിജീവിതകൾക്കായി നെട്ടോട്ടമോടുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ആ സ്ത്രീക്കൊപ്പം എത്തിയ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ. തങ്ങളുടെ അമ്മയെ അതിക്രൂരമായി ആക്രമിക്കുമ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ ആ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. അവരുടെ ജീവിതം അത്രയും ആ ദൃശ്യങ്ങൾ അവരുടെ തലച്ചോറിൽ മിന്നിമറയും. ഇതുപോലുള്ള എത്രയെത്ര സംഭവങ്ങളാണ് ഓരോരോ പോലീസ് സ്റ്റേഷനിലും ഇരുട്ടിൻ്റെ മറവിൽ നടക്കുന്നത്. അവരുടെയൊക്കെ കണ്ണീർ ആരും കാണാതെ പോകുന്നു. ഇവിടെ CCTV ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ഷൈബോൾക്ക് നീതി ലഭിക്കും എന്നൊരു നേരിയ പ്രതീക്ഷ. എന്നാൽ അതിലപ്പുറം എത്രയെത്ര ക്രൂരതകളാണ് ദിവസവും കേരളത്തിൽ നടത്തുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് വെറും വാഴയാണോ എന്ന് ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.